നമസ്തേ, ഞാൻ കാർത്തിക് ശിവകുമാർ. നമ്മളെ പാനിക്കായി കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് സംഭവിക്കും. പരിഭ്രമം വന്നു കഴിഞ്ഞാൽ അതായത് അത് നമുക്കും അത് സംഭവിക്കും, ആർക്കായാലും സംഭവിക്കും. ഈവിൾ ജീനിയസായ യേശുവിന് പോലും പിഴവ് പറ്റുന്നുണ്ട്. അതിന് പിഴവെന്ന് പറയണോ അതോ ഇവൻ ഇത്രയും വലിയ കള്ളനായതുകൊണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് മനുഷ്യന്മാരൊക്കെ വെറും പൊട്ടന്മാർ, ഇവന്മാരിതെന്ന് മനസ്സിലാക്കാനാണ് എന്ന് കരുതി ഒരു ആത്മനിർവൃതിയോടുകൂടി പറഞ്ഞതാണോ എന്നെനിക്കറിയാൻ പാടില്ല, എന്ന് നമുക്ക് അത് നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ മത്തായിയുടെ പുസ്തകത്തിൽ സ്നാപക യോഹന്നാൻ ജയിലിൽ കിടക്കുമ്പോൾ അയാളുടെ ശിഷ്യന്മാർ വന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ആർ യു ദ ക്രൈസ്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. നീയാണോ ക്രിസ്തു, അല്ലെങ്കിൽ ഞങ്ങളിനി വേറെ ആർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ, ഇനി വരാനിരിക്കണമല്ലോ ക്രിസ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശു ഒരുപാട് അടവുകളൊക്കെ കാണിച്ച് ബധിരന് കേൾവി ശക്തി, ഊമന് സംസാരിക്കാനുള്ള ശക്തി, അന്ധന് കാഴ്ച, അങ്ങനെ പല അടവുകളും കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ പൊരുൾ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ട് അതിൽ വിശദീകരിക്കാം. ഓക്കെ, എല്ലാം കംപ്ലീറ്റ് ഉടായിപ്പാണ്. കംപ്ലീറ്റ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഉടായിപ്പാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പറയുന്ന കാര്യം അതല്ലല്ലോ. അതുകൊണ്ട് വിഷയത്തിലേക്ക് തിരിച്ചു വരണേ. അതായത് യേശുവിന് ഈ ചോദ്യം തീരെ ഇഷ്ടപ്പെടില്ല. യേശുവിന് ഒരു ചോദ്യവും ഇഷ്ടപ്പെടില്ല. ഒരു ചോദ്യവും എപ്പോഴൊക്കെ ചോദ്യം ചോദിക്കുന്നുണ്ടോ, വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ യേശുവിനോട് ചോദ്യം ചോദിക്കുന്നുള്ളൂ. പക്ഷേ ആ ചോദ്യത്തിൻ്റെ നേച്ചർ, ആ ചോദ്യത്തിൽ യേശു കള്ളനാണ് എന്നതിൻ്റെ എന്തെങ്കിലും ഒരു ഹിൻറ്റ് അതിനകത്തുണ്ടെങ്കിൽ യേശു അപ്പം പാനിക്കാവും. കാരണം ഇത് അങ്ങനത്തെ ഒരു ഓപ്പറേഷനാണ്. നോക്കൂ, 2000 വർഷമായിട്ട് കുരിശിലിങ്ങനെ കിടക്കണേന്ന് ഒരുത്തൻ. അവനാണ് പിശാചി, അവനാണ് ഈ ലോകത്തിനെ മുഴുവനും ഫൂൾ ചെയ്യണവൻ എന്ന് ആരെങ്കിലും കരുതും? ചത്തി കിടക്കണ ഒരാളാണ് നമ്മുടെ ശത്രു എന്ന് നമുക്ക് കരുതാൻ പറ്റും? സ്വപ്നത്തിൽ പോലും കരുതാൻ പറ്റില്ല. അതാണ് ലൂസിഫറിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ യേശുവിന് ഇങ്ങനെ ചോദ്യം വന്നപ്പോഴേക്കും യേശു പാനിക്കാവണേ, എന്നിട്ട് യേശു ചൂടാവണേ. യേശു ഇവരോട് പറയണേ, നിങ്ങളിതൊക്കെ കാണുന്നില്ലേ, ഞാൻ അന്ധർക്ക് കാഴ്ച കേൾക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് യേശു ചെയ്ത് കൂട്ടിയ കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പറയണേ. ഇപ്പോൾ BJP തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് പറയില്ലേ, അതേപോലെ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അവർ പോവും, ഈ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാരുണ്ടല്ലോ കൂടെ. യേശു തിരിഞ്ഞിട്ട് ശിഷ്യന്മാരോട് ചോദിക്കണേ, എന്ത് കാണാനാണ്, എന്ത് തേങ്ങ കാണാനാണ്? അവിടെ തേങ്ങ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഞാവണേന്നാണ് പറയണത്. ഞാങ്ങണേ കാറ്റത്താടണ ഞാങ്ങണ കാണാനാണോടാ നീയൊക്കെ മരുഭൂമിയിലേക്ക് പോയതെന്നാണ് പറയണമെങ്കിലും അതിൻ്റെ അർത്ഥം സ്നാപക യോഹന്നാനെ കാണാൻ നീയൊക്കെ എന്തിനാടാ പോയതെന്നാണ് ചോദിക്കണത്. ഏത് ഇതേ സ്നാപക യോഹന്നാനെ കുറിച്ചാണ് യേശു പറയണത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാളും വലിയവരായി ആരുമില്ല. അതായത് സ്നാപക യോഹന്നാൻ ഈ ലോകത്തിലെ ഏറ്റവും മഹാനായ വ്യക്തിത്വമാണെന്ന് പറഞ്ഞത്. ഇയാൾ കഴിച്ചിരുന്ന ആഹാരം എന്താണെന്ന് അറിയാമോ? വെട്ടുക്കിളിനാണ് ഇയാൾ തിന്നിരുന്നത്. ക്യാൻ യു ഇമാജിൻ? വെട്ടുക്കിളി തിന്നണ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റും? ഈ പ്രേതത്തിൻ്റെ ഈ പിശാചിൻ്റെയൊക്കെ സിനിമയില്ലേ, അതിൻ്റെ അകത്ത് ചില ഗുഹയിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ കുറേ വെട്ടുക്കിളികൾ ഇങ്ങനെ പുറത്തോട്ട് പറന്നു പോകണമെന്ന് സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ വെട്ടുക്കിളിനാണ് ഈ സാധനം തിന്നണത്. ഇയാളുടെ ഡയറ്റ് അതാണ്, മനസ്സിലായോ? പിന്നെ കാട്ടുതേനും. ഇയാൾ മരുഭൂമിയിലായിരുന്നു. ഇയാൾക്ക് എന്താ പറയുക, ഈ ദോശയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എലിസബത്ത് ഉണ്ടായിരുന്നില്ല. കാരണം
എലിസബത്തിൻ്റെ വയസ്സാം കാലത്ത് കുഴിക്ക് കാല് നീട്ടിയിരിക്കുന്ന സമയത്താണ് എലിസബത്ത് ഇയാളെ പ്രസവിക്കുന്നത്, ഈ സ്നാപയോഹന്നനെ. മനസ്സിലായോ? ഒരു കിളവി പ്രസവിച്ച ആളാണ് ഇയാൾ. അതും അവരുടെ ഭർത്താവുണ്ട്. അവരുടെ ഭർത്താവ് പറയും, അയ്യോ എൻ്റെ ഭാര്യയ്ക്ക് വയസ്സായിരിക്കണേ, അവളെ ഗർഭിണിയാക്കല്ലേ എന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടും ഈ ഗബ്രിയേൽ സമ്മതിക്കില്ല. ഗബ്രിയേൽ അപ്പം തന്നെ ഇയാളെ അതായത് ഈ സ്നാപയോഹന്നാൻ്റെ അമ്മയുടെ കെട്ടിയോൻ, നമ്മുടെ ചിത്ര സിനിമയിൽ പറയില്ലേ, ഇതാണ് നിൻ്റെ ഭാര്യയുടെ ഭർത്താവ് എന്ന് പറയില്ലേ, അതേപോലെ സംഭവമാണിത്. ഇതൊക്കെ തുടങ്ങണം അവിടെ നിന്നാണ്, ഈ ബൈബിളിൽ നിന്നാണ് തുടങ്ങണത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്നാപയോഹന്നാൻ്റെ അമ്മയുടെ ഭർത്താവ് അതായത് അയാളുടെ പേര് സക്കറിയ എന്നാണ് പേര്, അമ്മയുടെ പേര് എലിസബത്ത് എന്ന്. ഈ സക്കറിയ ഒരു കപ്പ്യാരെ പോലെയാണ്. അതായത് ഈ ജൂയിഷ് സിനഗോഗ് ഉണ്ടല്ലോ, യഹൂദരുടെ പള്ളി, അതിൻ്റെ അകത്ത് അല്ലറ പണികളൊക്കെ ചെയ്യണ ആളാണ് അയാൾ. ഒരു കപ്പ്യാരി, ഈ നമ്മുടെ ഇപ്പോഴത്തെ ഉള്ള പള്ളികളിൽ കപ്പ്യാരുണ്ടെന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു ചില്ലറ ജോലികളൊക്കെ ചെയ്യണ ആളാണ്. അപ്പോൾ അയാളുടെ അടുത്താണ് ഈ ഗബ്രിയേൽ പറയണത്. ഗബ്രിയേൽ വന്നിട്ട് യുവർ പ്രേയേഴ്സ് ഹാവ് ബീൻ ഹേർഡ് എന്ന് പറഞ്ഞിട്ട് അത് തന്നെ തള്ളാണ്. ഇയാൾ വയസ്സാം കാലത്ത് ഇയാൾ കൊച്ചുങ്ങൾ വേണമെന്നൊന്നും ഇയാൾ ആഗ്രഹിച്ചിട്ടുമില്ല, ഇയാൾ പ്രാർത്ഥിച്ചിട്ടുമില്ല. ഒരു സുബോധമുള്ള ഒരു മനുഷ്യനും അങ്ങനെ പ്രാർത്ഥിക്കൂല. മനസ്സിലായോ? എന്നിട്ട് ഇയാൾ അയ്യോ എനിക്ക് വയസ്സായി, എൻ്റെ ഭാര്യക്കും വയസ്സായിരിക്കണമെന്ന് പറയുമ്പോൾ നീ കർത്താവ് പറഞ്ഞ് വിശ്വസിച്ചില്ലടാ റാസ്കൂൾ എന്നും പറഞ്ഞ് ഇയാളുടെ വായ മൂടി കെട്ടിക്കളയും. ഇയാൾക്ക് പിന്നെ സംസാരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇയാൾക്ക് പിന്നെ സംസാരിക്കാൻ പറ്റണില്ല. ഈ കൊച്ചു ജനിച്ചു കഴിഞ്ഞിട്ടാണ് ഇയാളുടെ വായ തുറക്കണത്. അതായത് ചില സിനിമയിലൊക്കെ കാണൂലേ, ഭർത്താവിനെ കെട്ടിയിട്ടിട്ട് ഭാര്യനെ റേപ്പ് ചെയ്യുമെന്ന് പറയില്ലേ, അതേപോലത്തെ ഒരു രംഗമാണ് അവിടെ നടന്നത്. ഈ എലിസബത്തും സക്കറിയ നല്ല ഊള കഥയാണ്, കംപ്ലീറ്റ് ഭയങ്കര വൃത്തികെട്ട കഥ. വയസ്സിൽ തള്ള പ്രസവിക്കണം, അങ്ങനെ ഇയാൾ ജനിക്കണത്. ഈ യേശു ദൈവപുത്രനാണ്, ലോകത്തിൻ്റെ പാപം നീക്കാൻ വന്ന കുഞ്ഞാടാണെന്ന് സാക്ഷ്യം പറയുന്ന ആൾ ജനിക്കുന്നത് അങ്ങനെയാണ്. മനസ്സിലായോ? എന്നിട്ട് ഇയാളെ പറ്റിയാണ്. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ തന്നെ ഇവർ മരിച്ചു എന്ന് പറയണില്ല. അതായത് ഇയാൾ ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ ഈ സക്കറിയയും എലിസബത്തും മരിച്ചു എന്ന് പറയുന്നില്ല. പക്ഷെ നമുക്ക് ഊഹിക്കാമല്ലോ. മാത്രമല്ല ഹിൻ്റുണ്ട് മരിച്ചു എന്ന്. കാരണം ഇയാൾ തിന്നണ വെട്ടുക്കിളിയും ഇതൊക്കെ കാട്ടിലും ഈ എന്താ പറയുക വിൽഡർനെസ്സിലാണ് ഇയാൾ താമസിക്കണത്. മനസ്സിലായോ? അപ്പോൾ അതാണ് യേശു ചോദിക്കണത്, നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയെന്ന്. മനസ്സിലായോ? എന്ത് തേങ്ങ കാണാനാടാ, ഞാവണ കാണാനാടാ മരുഭൂമി പോയെന്ന് യേശു ചോദിക്കണം. ആരോട്? യേശുവിൻ്റെ ശിഷ്യന്മാരോട്. എങ്ങനെയുണ്ട്? യേശു തന്നെയാണ് പറയണത്, സ്ത്രീകളും ജനിച്ചവരിൽ ഇയാളെക്കാളും മഹാനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ യേശു സ്ത്രീ എന്നല്ലേ ജനിച്ചത്? മറിയല്ലേ യേശുവിനെ പ്രസവിച്ചത്? മറിയ എത്ര വൃത്തികെട്ടവളായിക്കോട്ടെ, പക്ഷെ അവളൊരു സ്ത്രീയല്ലേ, മനുഷ്യ സ്ത്രീയല്ലേ. അപ്പോൾ യേശുവും സ്ത്രീയിൽ നിന്ന് ജനിച്ചത് തന്നെയാണ്. എന്നിട്ട് യേശു തന്നെ പറയണ് എന്നെക്കാളും വലിയവൻ ഇയാളാണെന്ന്. ആര്? ഉടായ്പ നോക്കണേ. യേശു ദൈവപുത്രനാണെന്നാണ് പറയണത്, പോരാഞ്ഞിട്ട് മനുഷ്യപുത്രനാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് പറയണാണ് സ്ത്രീകളിൽ ജനിച്ചതിൽ ഏറ്റവും മഹാനായിട്ടുള്ള ആൾ ഈ വയസ്സിൽ തള്ള അയാളെ അവരുടെ ഭർത്താവിനെ വായ മൂടി കെട്ടി റേപ്പ് ചെയ്ത് അങ്ങനെ ജനിച്ച യോഹന്നാനാണ്. അത് വെട്ടുക്കിളി തിന്ന് നടക്കണവനാണ് ഈ ലോകത്തിലെ ഏറ്റവും മഹാനെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി പറയും. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപയോഹന്നാനാണ്. അല്ലെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞത്, എക്സാക്റ്റ് വേർഡ്സ് ഞാൻ പറയാം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ മഹാനായി ആരുമില്ല, അങ്ങനെ പറഞ്ഞ. പക്ഷേ എന്നാൽ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും സ്നാപയോഹന്നാനേക്കാൾ വലിയവനാണ്. മനസ്സിലായോ? അതിൻ്റെ അർത്ഥം നമ്മളാരും സ്വർഗത്തിൽ പോവില്ലെന്ന്. കാരണം ലോകത്തിലെ ഏറ്റവും സ്ത്രീകളിൽ ജനിച്ചവർ, നമ്മളൊക്കെ സ്ത്രീകളിൽ ജനിച്ചല്ലേ, അല്ലേ? ആണുങ്ങളിൽ നിന്നല്ലല്ലോ നമ്മൾ ജനിച്ചത്, എല്ലാവരും ജനിക്കുന്ന സ്ത്രീയിൽ നിന്നാണ് ജനിക്കണത്. എന്താ സംശയം? അപ്പോൾ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനാണ് ഏറ്റവും വലിയ മഹാൻ.
അയാളാകട്ടെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറുതിനേക്കാളും ചെറുതാണെന്ന് അവരുടെ. അതിൻ്റെ അർത്ഥം എന്താണ്? ആരും സ്വർഗരാജ്യത്തിൽ പോകില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. യേശു പോവും? യേശു സ്രാവയോനേക്കാളും ചെറുതല്ലേ? യേശു സ്ത്രീന്ന് ജനിച്ചു. മനസ്സിലായോ ഈ കോൺട്രഡിക്ഷൻ? നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ബ്ലണ്ടർ എന്ന് പറയും ഇതിനാണ്. യേശുവിൻ്റെ ഒരു ബ്ലണ്ടറാണ്. ഇതുപോലെ പല സ്ഥലത്തുണ്ട്. ഒരിക്കൽ മാർക്കോസിൻ്റെ പുസ്തകത്തിലാണ് യേശു പിശാച് ബാധിച്ച് ബധിരനായി തീർന്ന ഒരാളോട് അയാളുടെ ഉള്ളിലിരിക്കുന്ന പിശാചിനോടാണ് സംസാരിക്കുന്നത്. യു കം ഔട്ട് ഓഫ് ദിസ് മാൻ എന്ന് പറയും. പിശാചിനോട് പുറത്തേക്ക് വരാൻ പറയും. അപ്പോൾ ആളത് കേൾക്കണ്ട. പക്ഷേ അവിടെ പറയുന്നുണ്ട് ഓൾറെഡി എന്തെന്ന്, ഇത് കാത് കേട്ടുകൂടാന്ന് പറയുന്നുണ്ട്. പക്ഷേ യേശു പറയുന്നത് കേട്ട് പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ബ്ലണ്ടർ മാർക്കോസിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ബൈബിള് പറയുന്നത് മറിയ യേശുവിനെ കൂടാതെ വേറെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രസവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവൻ യോസഫിൻ്റെ പുത്രനല്ലേ? ഇവൻ്റെ സഹോദരന്മാർ സഹോദരിമാരൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ? സഹോദരന്മാരുടെ പേരും പറയുന്നുണ്ട്. മനസ്സിലായോ? പക്ഷേ ബൈബിൾ പറയുന്നത് സ്വപ്നത്തിൽ യോസഫിന് വിവരം കിട്ടി. എന്തെന്ന്? യോസഫേ, നിൻ്റെ പ്രതിശ്രുത വധു മറിയ ഗർഭിണിയായിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. നീ അവളെ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. അത് ഗർഭിണിയാക്കിയതിന് ശേഷമാണ് പറയണത്. ആലോചിച്ച് നോക്ക്. നിങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി, അതായത് നിങ്ങളോട് വിവാഹ സമ്മതം നടത്തിയവളാണ്. അതാണ് പ്രതിശ്രുത വധു എന്ന് പറഞ്ഞാൽ അല്ലേ? അങ്ങനെയുള്ള ഒരുത്തി ഒരാൾ ഗർഭിണിയാക്കണേ, എന്നിട്ട് ഗർഭിണിയാക്കിയ ആൾ തന്നെ നിങ്ങളോട് വന്ന് പറയണേന്. അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചു, എനിക്കിവിടെ വേണ്ട. ന്യായമായിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കുമല്ലോ. കാരണം നിങ്ങളെന്തിനാ കല്യാണം കഴിക്കണം? കല്യാണം കഴിക്കണം നിങ്ങൾക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ മക്കളുണ്ടായാലല്ലേ കുടുംബം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മക്കളുണ്ടാവണമെന്നെങ്കിൽ ഒരു ഗർഭിണിയല്ലാത്തൊരു സ്ത്രീനല്ലേ നിങ്ങൾക്ക് ഗർഭിണിയാക്കാൻ പറ്റുള്ളൂ. ഓൾറെഡി ഗർഭിണിയായ ഒരു സ്ത്രീയെ നിങ്ങളെങ്ങനെ ഗർഭിണിയാക്കും? അപ്പോൾ നിങ്ങളോട് ആ സ്ത്രീ വിവാഹ സമ്മതം മൂളുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ചേട്ടനെ വിവാഹം കഴിച്ചോളാം എന്ന് പറയുമ്പോൾ സമ്മതിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ചേട്ടൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിച്ച് വളർത്തിക്കോളാം എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് വിവാഹ സമ്മതം നടത്തിയിട്ട് നിങ്ങളറിയാണ്ട് വേറെ ആളിൽ നിന്ന് ഗർഭിണിയാവണം. എന്നാലോചിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾ അത് മനസ്സിലാക്കണേ. അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലേ ബൈബിളിൽ? വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദിസ് ഈസ് ഹൗ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് കെയിം അബൌട്ട്. ഹിസ് മദർ മേരി വാസ് എൻഗേജ്ഡ് ഫോർ എ മാൻ കോൾഡ് ജോസഫ്. But before they came together, she was found to be with the child of the Holy Spirit. അങ്ങനെയാണ് എഴുതിയേക്കണം. ഇത് നമുക്കൊന്ന് കീറി മുറിച്ചാലോ?
യേശുവിൻ്റെ ജനനം, സാധാരണ മരണമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണത്. നമുക്ക് ജനനം ഒന്ന് പോസ്റ്റ്മോർട്ടം ചെയ്താലോ? എന്തു പറയുന്നു? അതായത് അവിടെ പറയുന്നത് ഇതാണ്, മറിയേം യോസഫ് എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു, വിവാഹ സമ്മതം കഴിഞ്ഞു. ആ നിമിഷം മുതൽ മറിയ യോസഫിൻ്റെ പ്രതിശ്രുത വധുവായി. പക്ഷേ ബിഫോർ ദേ കെയിം ടുഗെദർ, അതായത് അവർ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഷീ വാസ് ഫൗണ്ട്, ആര്? മറിയ. ഷീ വാസ് ഫൗണ്ട് ടു ബി വിത്ത് ദ ചൈൽഡ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവൾ ഹോളി സ്പിരിറ്റിനാൽ ഗർഭിണിയായതായി കാണപ്പെട്ടു. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, സിമ്പിൾ ചോദ്യം ഉണ്ട്. നമ്മൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ സിമ്പിൾ ചോദ്യമല്ലേ, റോക്കറ്റ് സയൻസ് ഒന്നും അല്ലല്ലോ. നമ്മൾ നിസ്സാര കാര്യമല്ലേ പറയണത്, ആർക്കും മനസ്സിലാക്കാം. മറിയ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്നാണ് ബൈബിൾ പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഇതേ സിനാറിയോനെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് എടുക്കാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഭയങ്കര മോശമാണ്, എന്നാലും സങ്കല്പിക്കുക. അതായത് നിങ്ങൾ വിവാഹം കഴിക്കാൻ സമ്മതം, അതായത് ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരു എൻഗേജ്മെൻറ്റ് പാർട്ടിയൊക്കെ നടത്തി, എന്നിട്ട് നിങ്ങൾ വിവാഹം കാത്തിരിക്കണേ, വിവാഹ ദിവസവും. അപ്പോൾ നിങ്ങൾ വിവാഹം കഴിക്കാനിരുന്ന സ്ത്രീ ഗർഭിണിയായി നിങ്ങൾക്ക് കാണപ്പെടാം, പക്ഷെ അത് പരിശുദ്ധാത്മാവിനാലാണ് ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് പറയുന്ന കള്ളല്ലേ, അല്ലേ? പിന്നെ നിങ്ങൾ അവളെ ഗർഭിണിയായി കാണണമെങ്കിൽ, ഒരു സ്ത്രീ ഗർഭിണിയായി കാണപ്പെടണമെങ്കിൽ അവൾക്ക് എത്ര മാസം ഗർഭം ഉണ്ടാവണം? ഇതാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ, മെയിൻ ക്വസ്റ്റ്യൻ ഇതാണ്. മനസ്സിലായോ? ഇങ്ങനെയൊന്നും ആരും ആലോചിച്ച് പോവില്ല. കാരണം വിശ്വാസമുള്ളപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു, മതി മതി, വിഴുങ്ങിക്കഴിഞ്ഞ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമില്ല. എൻ്റെ അപ്പൻ വിശ്വാസം അങ്ങോട്ട് എടുത്ത് പറിച്ച് കളഞ്ഞ് യുക്തി, റീസൺ ചെയ്യുക, എന്ത് കേട്ടാലും അത് റീസൺ ചെയ്യുക. ചുമ്മാ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ നമ്മൾ ശിശുക്കളൊന്നും അല്ലല്ലോ, മനസ്സിലായോ? അപ്പോൾ ഇത് ഈ ബൈബിളിലെ മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം, യേശുവിൻ്റെ ജനനകഥ പറയണേ. അതിലെ ആദ്യത്തെ വാക്യമാണിത്. അതിൽ തന്നെ നമ്മൾ പ്രൂവ് ചെയ്യണമല്ലേ വഴിയെല്ലാം, വേറെ എങ്ങും പോകണ്ട, ഇതിൽ തന്നെ പിടിച്ചാൽ മതി. ഞാൻ ഒരു ചോദ്യം ചോദിച്ചില്ലേ, ബൈബിള് പറയണത് മറിയ ഗർഭിണിയായി കാണപ്പെട്ടു. ആരാൽ കാണപ്പെട്ടു? ആ നാട്ടുകാരാൽ കാണപ്പെട്ടോ? ആണോ? നാട്ടുകാരാലാണ് കാണപ്പെട്ടെങ്കിൽ മറിയനെ നാട്ടുകാർ കല്ലെറിഞ്ഞു കൊന്നനെ. കാരണം ആ നാട്ടുകാരെന്ന് പറയണത് യഹൂദരാണ്, മനസ്സിലായോ? അവരുടെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചേക്കണത് ഒരു പുരുഷനും സ്ത്രീയുമായിട്ട് വിവാഹ സമ്മതം നടത്തി, എന്നിട്ട് അവൾ വേറെ എവിടെയെങ്കിലും പോയി ഗർഭിണിയായി വന്നാൽ അവളെ ഗർഭിണിയാക്കിയവനെയും അവളെയും രണ്ടുപേരെയും കല്ലെറിഞ്ഞു കൊല്ലാനാണ് പറഞ്ഞേക്കണത്, മനസ്സിലായോ? അപ്പോൾ നാട്ടുകാരാൽ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് പറയാനായിട്ട് സാധ്യതയില്ല. മാത്രമല്ല, നാട്ടുകാർ യേശു വളർന്നു കഴിയുമ്പോൾ നാട്ടുകാർ പറയാനുണ്ടല്ലോ, ഇത് യോസഫിൻ്റെ മോനല്ലേ എന്ന്. അതിൻ്റെ അർത്ഥം നാട്ടുകാരുടെ വിചാരം യേശു മറിയ പ്രസവിച്ചത് യോസഫിൻ്റെ മോനെയാണ് എന്നായിരുന്നു വിചാരം. അതിൻ്റെ പ്രൂഫാണത്, മനസ്സിലായോ? അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം മറിയ ഗർഭിണിയാക്കപ്പെട്ടത്
മറിയയുടെ വിവാഹത്തിന് വളരെ കുറച്ച് നാൾ മുമ്പാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അല്ല, ഇത്രയൊക്കെ പണിയൊപ്പിക്കാൻ അറിയാവുന്നവന് അതും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഗർഭിണിയായി കാണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ വയറ് വീർത്ത് വന്നാലേ ഗർഭിണിയായി കാണപ്പെടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വയറും കാണിച്ച് തുണിയില്ലാണ്ടല്ല അടക്കണത്. സ്ത്രീകൾ തുണിയിട്ടല്ലല്ലോ അടക്കണത്. പിന്നെ വയറെങ്ങനെ നമ്മൾ ഗർഭിണിയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അറിയണമെങ്കിൽ ഒരു 6-7 മാസമൊക്കെ 6 മാസമെങ്കിലും വയറ് വീർക്കണം, എന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ കഥാനായകൻ യോസപ്പേട്ടൻ ആണ് അറിഞ്ഞത്. ഇപ്പം നാട്ടുകാരറിയാൻ സാധ്യതയില്ലെന്നുള്ളത് എന്തായാലും ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്. ഇനി യോസപ്പേട്ടനാണ് ഇത് അറിഞ്ഞതെന്ന് നിങ്ങൾ വിചാരിക്കുക. എങ്ങനെ അറിഞ്ഞു? മറിയോ എന്ന് പറഞ്ഞോ മറിയ ഗർഭിണിയാണെന്ന്? ഇപ്പോൾ ഞാനിന്നൊരു സ്ത്രീനെ ഗർഭിണിയാക്കിയാൽ, അതായത് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാലല്ലേ അവൾ ഗർഭിണിയാവുള്ളൂ. അവൾക്ക് അന്ന് തന്നെ മനസ്സിലാവും അവൾ ഗർഭിണിയാണെന്ന്. മനസ്സിലാവും. അവളുടെ മാസം മുറ തെറ്റുമ്പോഴാണ് അവൾ അറിയണത്. അതിനൊരു മാസം സമയമില്ലേ? പോട്ടെ, ഒരു 3 ആഴ്ചയെങ്കിലും എടുക്കൂലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം, ഓക്കെ, മറിയനെ ഗർഭിണിയാക്കി 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അപ്പോഴും ഒരു വിവാഹം നടന്നിട്ടില്ല. മറിയ യോസഫിനോട് വന്ന് പറഞ്ഞു. അവൾക്ക് മനസ്സിലായി ഗർഭിണിയാണെന്ന്. അവളുടെ മാസം മുറ തെറ്റിയപ്പോൾ അവൾക്ക് ഗർഭിണിയാണെന്ന് മനസ്സിലായി. എന്നിട്ട് മറിയ യോസഫിനോട് ചെന്ന് പറഞ്ഞു, ചേട്ടാ ഞാൻ ഗർഭിണിയാണ്, എന്നെ ഹോളി ഗോസ്റ്റാണ് ഗർഭിണിയാക്കിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി നിങ്ങളുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കണമെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് നിങ്ങൾ കല്യാണം കഴിക്കും പ്രതിശ്രുത വധു വിവാഹ സമ്മതം കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ച കഴിയുമ്പോൾ നിങ്ങളോട് വന്ന് പറഞ്ഞേൻ, ചേട്ടാ ഞാൻ ഗർഭിണിയാണ്. അപ്പോൾ ആരാടി നീ പണി ഒപ്പിച്ചെന്ന്? ഹോളി സ്പിരിറ്റാണ് ചേട്ടാ എന്ന്. നിങ്ങൾ വിശ്വസിക്കുമോ? ഹോളി സ്പിരിറ്റാണ് ഒപ്പിച്ചതെന്ന് വിശ്വസിക്കുമോ? ആ ഹോളി സ്പിരിറ്റാണ്, എന്നാൽ നീ പോര്, നിന്നെ കൊച്ചിനെ ഹോളി സ്പിരിറ്റിൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയൂ? പറയത്തില്ലല്ലോ. Now ഈ മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യം, പരിശുദ്ധാത്മാവിനാൽ കാണപ്പെട്ടു. അത് കഴിഞ്ഞ് അടുത്ത സെൻറ്റൻസ് എന്താ അറിയോ? 19-ാം വാക്യം, ബട്ട് ഹെർ ഹസ്ബൻഡ് ജോസഫ് വാസ് എ ഗുഡ് മാൻ. He did not want to make her a public disgrace, so he decided to call off the marriage എന്നും കിടപ്പുണ്ട്. He decided to divorce her എന്നും കിടപ്പുണ്ട്. 2 വെർഷനുണ്ട് ബൈബിള്. ഓക്കെ, നിങ്ങളെടുത്ത് വായിച്ച് നോക്കിക്കോ. BibleGateway.com, ഗോ ടു BibleGateway.com. അവിടെ ഒരുപാട് വെർഷനുണ്ട്. മലയാളം വെർഷൻ വരെ കാണും അവിടെ. ഓക്കെ, പല ഭാഷകളിലുള്ള ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഒത്തിരി ടൈപ്പുണ്ട്. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാൻ വായിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ 19-ാം വാക്യം പറയുന്നത്, എന്നാൽ അവളുടെ ഭർത്താവായിരുന്ന യോസഫ് നല്ലൊരു മനുഷ്യനായിരുന്നു. അവിടെ തന്നെ യേശു കള്ളനായി, നുണയനായി. യോസഫ് നല്ലവനായിരുന്നു പറയുമ്പോൾ യേശു കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. ലൂക്കായുടെ പുസ്തകം 18-ാം വാക്യം 18-ാം അധ്യായം 18-ാം വാക്യം. ലൂക്കായുടെ പുസ്തകം 18-ാം അധ്യായം 18-ാം വാക്യം. ഒരു യഹൂദ പ്രമാണി വന്ന് യേശുവിനോട് ഒരു ചോദ്യം ചോദിക്കണതിന് മുമ്പ് യേശുവിനെ സംബോധന ചെയ്യണ ഒരു വിധമുണ്ട്. അതായത് അയാൾ പറയണേ, ഗുഡ് ടീച്ചർ, വാട്ട് മസ്റ്റ് ഐ ഡു ടു ഹാവ് ഇറ്റേണൽ ലൈഫ്? നല്ലവനായ ഗുരു, നിത്യജീവൻ നേടാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ തന്നെ യേശുവിൻ്റെ മറുപടി, വൈ ഡു യു കോൾ മീ ഗുഡ്? ദർ ഇസ് നോ വൺ ഗുഡ് എക്സെപ്റ്റ് ഗോഡ്. നീ എന്തിനാണ് എന്നെ വെറുതെ നല്ലവനെന്ന് വിളിക്കുന്നത്?
നല്ലവരായി ആരുമില്ല. അപ്പോൾ യോസഫ് മറിയനെ യേശുവിൻ്റെ തള്ളനെ മറിയനെ ഡൈവേഴ്സ് ചെയ്തിരുന്നെങ്കിൽ മറിയനെ ആൾക്കാർ കല്ലെറിഞ്ഞു തന്നെ. ഈ യേശു ജനിക്കുക പോലും ഉണ്ടായിരുന്നില്ല. ബൈബിൾ തന്നെ പറയണ യോസഫ് നല്ല പ്രവൃത്തി നല്ലവനായിരുന്നു എന്ന്. മനസ്സിലായോ? എന്നിട്ട് പറയണാണ് ലോകത്തിൽ നല്ലവനായി ആരുമില്ലെന്ന്. പിന്നെ അപ്പോൾ അത് കള്ളമല്ലേ യേശു പറയണത്? നല്ലവരായ ആരുമില്ല. പിശാചിന് മാത്രമേ അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ. ലോകത്തിൽ നല്ലവരായി ആരും ഉണ്ടാകരുത് എന്ന് കരുതുന്ന ഒരു മനസ്സിൽ നിന്നാണ് ഈ വാക്ക് വന്നേക്കുന്നത്. മനസ്സിലായോ? അത് പിശാചാണ്. നമ്മളിപ്പോൾ വിചാരിക്കും അവൻ നശിച്ചു പോകണം, ഇവൻ നശിച്ചു പോകണം, ശത്രുക്കൾ. കാരണം ലോകത്തിലെല്ലാവരും നശിച്ചു പോകണം നമ്മൾ വിചാരിക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ വിചാരിക്കാൻ പിശാചിനെ കൊണ്ട് മാത്രമേ കഴിയൂ. നിങ്ങൾ മനസ്സിലാക്കൂ ആരാണ് പിശാചെന്ന്. യേശു തന്നെയാണ് പിശാചി. ഈ കുരിശിൽ തൂങ്ങിക്കിടപ്പില്ലേ, അത് തന്നെയാണ് പിശാചി. ഓക്കെ. അപ്പോൾ 19-ാം വാക്യം, യോസഫ് നല്ലവനായിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു മേക്ക് ഹർ എ പബ്ലിക് ഡിസ്ഗ്രേസ്. അതായത് മറിയ പബ്ലിക് ഡിസ്ഗ്രേസ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ, സമ്മതിച്ചില്ലേ? അതായത് അതിൻ്റെ അർത്ഥം യോസഫ് നല്ലവനായിരുന്നു, പക്ഷേ മറിയ ഈ ഗർഭിണിയായി. പക്ഷേ വന്നിട്ട് പറഞ്ഞു എൻ്റെ പരിശുദ്ധാത്മാവ് ഗർഭിണിയാക്കി. ആരും വിശ്വസിക്കില്ലല്ലോ. ആ യോസഫും വിശ്വസിച്ചില്ല. എന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ ഡൈവോഴ്സ് ചെയ്യാൻ പോണേ, അല്ലെ മാരേജ് കോൾ ഓഫ് ചെയ്യാൻ പോണേന്നും പറഞ്ഞ് യോസഫ് പറഞ്ഞു. പക്ഷേ യോസഫിന് ഇവളെ ഒരു പബ്ലിക് ഡിസ്ഗ്രേസ് ആക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അതായത് നാട്ടുകാരുടെ മുമ്പിൽ ഇവളിങ്ങനെ പിഴച്ചവളാണെന്ന് അറിയിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നില്ല. അതായത് കുറച്ചാളും കൂടി എൻ്റെ കൂടെ പൊറപ്പിച്ചിട്ട് പറഞ്ഞുവിടാം, എന്ത് കാരണം വേണമെങ്കിലും ഡൈവേഴ്സ് ചെയ്യാമല്ലോ ഈ യഹൂദർക്ക്. കാരണമൊന്നും വേണ്ടല്ലോ. ഇപ്പോഴത്തെ യൂറോപ്പിൻ്റെ അല്ലെങ്കിൽ പാശ്ചാത്യ ലോകം പോലെയാണ് യഹൂദർ 2000 വർഷം മുമ്പേ. മനസ്സിലായോ നിങ്ങൾക്ക്? വല്ലതും പിടികിട്ടണണ്ട ഞാൻ എന്താണ് ഈ പറയണതെന്ന്? വല്ലതും പിടികിട്ടണണ്ട? അതായത് ഈ ബൈബിളിൽ നിന്നാണ് സകല തിന്മകളും വരുന്നതെന്നാണ് ചുരുക്കി പറഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ. മനസ്സിലായോ? അപ്പോൾ യോസഫ് അവളൊരു പബ്ലിക് ഡിസ്ഗ്രേസ് ആക്കാൻ ആഗ്രഹിച്ചില്ല. അതായത് കുറേ കാലം കൂടി പൊറപ്പിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞു, എന്ത് കാരണം പറഞ്ഞും യഹൂദർക്ക് ഡൈവേഴ്സ് ചെയ്യാം. അപ്പോൾ മറിയ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ തുമ്മി എന്ന് പറയും. ടേബിൾ മാനേഴ്സ് പോയില്ലേ, അടിച്ചോടിക്ക് മറിയനാ. എന്ത് കാര്യം പറഞ്ഞ് ഡൈവേഴ്സ് ചെയ്യാമല്ലോ. പിന്നെന്താ പ്രശ്നം? മറിയ ചാപ്പിടുന്ന സമയത്തൊന്ന് തുമ്മി. മനസ്സിലായോ? അല്ലെങ്കിൽ ഷീ ഫാർട്ടഡ്. അപ്പോൾ അതിൻ്റെ കാരണത്തിന് ഡൈവേഴ്സ് അടിക്കാം. എന്ത് കാരണം വേണമെങ്കിലും ഡൈവേഴ്സ് അടിക്കാം. അങ്ങനെയാണ് യഹൂദരുടെ ഈ കാരുണ്യവാനായ കർത്താവ് നിയമം പുഴുങ്ങി കൊടുത്തേക്കണത്. മനസ്സിലായോ? അപ്പോൾ ഈ യോസഫ് അങ്ങനെ തീരുമാനിച്ചു ഇവിടെ ഡൈവേഴ്സ് അടിക്കാമെന്ന്. ഓക്കെ. അങ്ങനെ ഡൈവേഴ്സ് അടിച്ച് കഴിഞ്ഞാൽ മറിയനാരും തല്ലിക്കൊല്ലില്ല. ഈ യോസഫിൻ്റെ കൊച്ചായിട്ട് തന്നെ ആൾക്കാർ കരുതും. പക്ഷേ അപ്പോൾ മറിയ ഒരു ഡൈവേഴ്സ് ആക്കപ്പെട്ട ഒരു സ്ത്രീയാണ്, ഒരു നല്ലവളല്ല എന്നൊരു ഇമേജ് വരും. യേശുവിനൊരു ഫാദർ ഉണ്ടാവില്ല, ഒരു ഡാഡി, ഒരു കെയർ ടേക്കർ ഡാഡി വേണ്ടേ? മാത്രമല്ല ഇപ്പോൾ യൂറോപ്യൻസ് ഇന്ന് എങ്ങനെ ജീവിക്കണത് അറിയാമോ? ഇവിടെയൊക്കെ കംപ്ലീറ്റ് വീടുകളാണ്. മനസ്സിലായോ? ഈ യൂറോപ്പിൽ ഈ ക്രിസ്ത്യാനികൾ എങ്ങനെ ജീവിക്കണമെന്ന് അറിയോ? ഈ മറിയയും യോസഫും യേശുവും പോലെയാണ് അവരുടെ കുടുംബം. പല കുടുംബങ്ങളും നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിക്കൊണ്ടിരിക്കണേ. അത് ഇവിടുത്തെ കാറ്റ് അവിടെ വീശാൻ തുടങ്ങിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഇനി നശിക്കാൻ ഇനി ബാക്കിയൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ കുറച്ചെങ്കിലും നല്ല ആൾക്കാരുണ്ട്. അവരെയും കൂടി നശിപ്പിച്ചു കഴിഞ്ഞാൽ ടാർഗറ്റ് അച്ചീവ്ഡ്. എന്താ പറയുക പോയി. അപ്പോൾ അങ്ങനെ ഇങ്ങനെയായി യൂറോപ്യൻസ് ഇങ്ങനെയായി. നമ്മുടെ നാട്ടുകാരെ പോലെ തന്നെയായിരുന്നു വിവാഹവും. അവർക്ക് എന്താ പറയുക, വെർജിൻസിനെ കല്യാണം കഴിക്കുള്ളൂ, അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരും. അങ്ങനെ തന്നെയായിരുന്നു ഇവരും. പക്ഷേ ക്രിസ്ത്യാനിറ്റി വന്നിട്ട് എല്ലാം മാറ്റിക്കളഞ്ഞു. അതെങ്ങനെ മാറ്റി?
ഈ ഇതേപോലുള്ള കഥകളിലൂടെ മനസ്സ് മാറ്റിക്കളഞ്ഞു. ഇതിൽ കുഴപ്പമൊന്നുമില്ല. നോക്കൂ, എന്താ പറയുക, നന്മ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി എന്നും പറഞ്ഞല്ലേ മറിയനെ സംബോധന ചെയ്യണേ. നന്മ നിറഞ്ഞ സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് മറിയൻ. ഏത് സ്ത്രീ? ഭർത്താവിനോട് ഒരാളുമായിട്ട് വിവാഹ സമ്മതം നടത്തിയിട്ട് അയാളറിയാതെ ഗർഭിണിയായവളാണ് നന്മ നിറഞ്ഞവൾ. അപ്പോൾ പിന്നെ ഇതൊക്കെ ഒരു തെറ്റാണോ? ഒരു തെറ്റുമല്ല. മനസ്സിലായോ? അങ്ങനെ വെള്ളക്കാരൻ്റെ മനസ്സും മാറ്റി അവനെ മനുഷ്യനായിരുന്നവനെ മൃഗമാക്കി മാറ്റിയത് ബൈബിളാണ്. ഓക്കെ, നമ്മുടെ നാട്ടിലും മനുഷ്യർ കുറഞ്ഞു തന്നെയാണ് മൃഗങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കണേ. ഓക്കെ, ഈ കുരിശിലിങ്ങനെ തൂങ്ങിക്കിടക്കണ ഈ സാത്താനെ ലോകം അറിഞ്ഞാൽ മാത്രമേ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇപ്പം നമ്മുടെ വണ്ടി എങ്ങനെ പോകണമെന്ന് വെച്ചാലില്ലേ, ഫുൾ സ്പീഡിൽ താഴത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കണം. നമ്മൾ പറയും നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയും. ഓക്കെ, നമ്മൾ എക്കണോമിക്കലായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. പക്ഷേ കൾച്ചറലായിട്ട് നമ്മൾ നശിച്ച് പടുകുഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതിനങ്ങനെ ഒരു വശവും കൂടിയുണ്ട്. ഓക്കെ, നൗ ഇങ്ങനെയാണ് യോസഫ് വിചാരിക്കുന്നത്. എന്തെന്ന് വേറൊരു കാര്യം പറഞ്ഞ് ഇവളെ തട്ടിയേക്കാം, ഡൈവേഴ്സ് ചെയ്യാൻ അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോൾ അപ്പോൾ തന്നെ അയാൾ ഉറങ്ങണ സമയത്ത് അങ്ങനെ തീരുമാനിച്ച രാത്രി കർത്താവിൻ്റെ മാലാഖ യോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. യോസഫേ, നീ ഭാര്യയാക്കാൻ പോകുന്ന മറിയയെക്കുറിച്ച് ശങ്കിക്കേണ്ട, അവളെ ഭാര്യയാക്കാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന് പറയണേ. മനസ്സിലായി? അപ്പോൾ തന്നെ യോസഫ് അവളെ ഭാര്യയാക്കി സ്വീകരിച്ചു. പക്ഷെ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. പക്ഷേ യേശു ജനിക്കണ വരെ യോസഫ് മറിയായിട്ട് സെക്സ് ചെയ്തില്ല എന്നാണ് പറയണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം ഞാൻ പറയണേ, ഞാൻ 10ാം ക്ലാസ്സിൽ ആകണവരെ ഞാൻ സിഗരറ്റ് വലിച്ചിട്ടില്ല എന്ന് വെച്ച് എങ്ങനെ പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? 10ാം ക്ലാസ്സിലായപ്പോൾ ഞാൻ സിഗരറ്റ് വലിച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം, അല്ലേ? എന്ന് പറയുന്നത് പോലെ യോസഫ് യേശു ജനിക്കുന്നത് വരെ മറിയമ്മയുടെ സെക്സ് ചെയ്തില്ലെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അതിന് ശേഷം സെക്സ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ക്രിസ്ത്യാനികൾ എന്തിനാണ് മറിയനെ കന്യാമറിയോ എന്ന് വിളിക്കണം? എന്തിനും? യേശുവിൻ്റെ ജനനം ഇപ്പോൾ ഇവർ പറയണ പോലെ തന്നെ എന്താ പറയുക, ദിവ്യഗർഭം എന്ന് തന്നെ വെച്ചോ. പക്ഷെ അതിന് ശേഷം യോസഫ് സെക്സ് ചെയ്തല്ലോ. അതിൽ നിന്ന് കുറേ പിള്ളേർ ജനിച്ചല്ലോ. അതൊക്കെ ദിവ്യഗർഭമാണോ? ആണോ? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണേ. അപ്പോൾ മറിയക്ക് വേറെ കൊച്ചുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോഴും മറിയ കന്യാമറിയോ എന്ന് പറഞ്ഞാൽ വല്ല അർത്ഥമുണ്ട്? അതും ഇങ്ങനെ പിഴച്ച് ഭർത്താവ് ഉപേക്ഷിക്കാൻ പോയി. പിന്നെ യോസഫ് വേറെ വഴി കൂടി, അതായത് സത്യം പറയാണ്ട് കള്ളം പറഞ്ഞ് മറിയനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്നാണ് പറയണത്. അപ്പോൾ യോസഫും മോശക്കാരനായില്ലേ? ആയില്ലേ? ജനങ്ങളെ നാട്ടുകാരിൽ നിന്ന് ഒരു മനുഷ്യൻ്റെ പിതൃത്വം മറച്ചു വെച്ചു. അതായത് കള്ള പിതൃത്വം, അതായത് ഇത് എൻ്റെ കൊച്ചാണെന്നുള്ള വിധത്തിൽ മറിയനെ ഉപേക്ഷിക്കാനായിട്ട് യോസഫ് തീരുമാനിച്ചു. അപ്പോൾ യോസഫും കള്ളനായി. പിന്നെ യേശു പറയുന്നുണ്ടല്ലോ, നല്ലവരായി ആരുമില്ല എന്ന് പറയുമ്പോൾ ഈ യോസഫ് എന്ന പേരുള്ള ബൈബിളിലുള്ള ആളുകളൊക്കെ നല്ലവരാണെന്ന് പറഞ്ഞത്. പ്രത്യേകിച്ചും പുതിയ നിയമത്തിലുള്ളത്. പഴയ നിയമത്തിലുള്ള വിടക്കാണ്. അതുപോട്ടെ, അതിൻ്റെ കഥ ഞാൻ പിന്നെ പറയാം. പുതിയ നിയമത്തിൽ വേറൊരു യോസഫും കൂടിയുണ്ട്. അതായത് യേശുവിൻ്റെ ഈ മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ എന്ന് പറയുന്ന ഈ ഗോസ്പലിനകത്ത് ഒരു യോസഫുണ്ട്. യേശുവിൻ്റെ കെയർ ടേക്കർ ഫാദർ കൂടാണ്ട് വേറൊരു യോസഫ്. അയാളൊരു കെയർ ടേക്കറാണ്. അയാളാണ് യേശുവിൻ്റെ കഥയിലെ ഏറ്റവും വലിയ ഒരു
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അഭിനയിച്ചിരിക്കുന്നത് അയാളാണ്. ഈ ഹാൻസ് ein Moment bitte, ein Moment. Aber ich weiß nicht, wo das ist. Mal hier. Bitte. ആ യോസഫിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ബിറ്റ് സേ താങ്ക. അതെ, അതായത് ഈ യോസഫ്, ഒരു യോസഫ് രംഗപ്രവേശനം ചെയ്യണത് യേശു ജനിക്കണതിന് മുമ്പാണെങ്കിൽ, മറ്റേ രണ്ടാമത്തെ യോസഫ് രംഗപ്രവേശനം ചെയ്യണത് യേശു ചത്ത ഉടനെയാണ്. യേശു കുരിശി കിടന്ന് മരിക്കുന്നു, ബൈബിളിൽ എഴുതി വെച്ചേക്കണേ. കുറേ നേരം അവിടെ ആൾക്കാരൊക്കെ നിന്ന്, പിന്നെ ഭടന്മാർ കുന്തത്തിന് കുത്തി നോക്കി, യേശുവിൻ്റെ പക്കിനായിട്ടൊരു കുത്തും കൊടുത്ത്, മനസ്സിലായോ? എന്നിട്ട് ചത്തു എന്ന് ഉറപ്പ് വരുത്തി. അപ്പോൾ ഈ തമാശതല്ലേ, ഈ കുന്തത്തിന് പക്കിനായിട്ട് കുത്തിയല്ലോ. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കണേ യേശുവിൻ്റെ സൈഡിൽ നിന്ന് വെള്ളവും രക്തവും വന്നു എന്ന് എഴുതി വെച്ചേക്കുന്നത്. രക്തവും വെള്ളവും വന്നു. അപ്പോൾ ഞാനൊരിക്കൽ ഞങ്ങളവിടെ മെഡിക്കൽ ട്രസ്റ്റിലെ ഒരു വലിയൊരു സർജനാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കാണാനൊരിക്കലും ഞാൻ പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം പേഷ്യൻസിനെ, അന്ന് എനിക്ക് ചുമയുണ്ടായിരുന്നു. ചുമയോ എന്തോ പ്രശ്നമായിട്ട് പോയതാണ്. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങനെ ഡയഗ്നോസ് ചെയ്ത് ഇങ്ങനെ നോക്കണ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോടൊരു ചോദ്യം ചോദിച്ചു. അതായത്, ഡോക്ടറെ, ഒരു മനുഷ്യൻ മരിച്ച് കുറച്ച് നേരമായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞേ അയാളോട്, ആരാണെന്നൊന്നും പറഞ്ഞില്ല, യേശുവാണെന്ന്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ സൈഡിനായിട്ട് ഞാനൊരു ആയുധം കൊണ്ടൊരൊറ്റ കുത്താണ്. ആ കുത്ത് കൊണ്ടുകഴിയുമ്പോൾ അയാളുടെ സൈഡിൽ നിന്ന് വെള്ളം വരാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഡോക്ടറെ എന്ന് വെച്ച്. അപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞെന്താ അറിയോ, ഡോക്ടറിന് അപ്പം തന്നെ കാര്യം പിടികിട്ടി ഞാൻ എന്താ ഉദ്ദേശിക്കണേന്ന്. നിങ്ങൾ ജീസസിനെ കുറിച്ചല്ലേ അത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട്, അത് ലൂക്കിൽ എഴുതി വെച്ചേക്കണേ. ലൂക്ക് കള്ളനായിരുന്നു. ലൂക്ക് യേശുവിനെ പറ്റി വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർ ഇങ്ങോട്ട് പറയണം. മനസ്സിലായോ? എന്ത് പറയാനാണ് പോയി. അതായത് ലൂക്ക് യേശുവിൻ്റെ ഒരു ശത്രുവായിരുന്നു എന്നുള്ള മട്ടിലാണ് അയാൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അയാളുടെ ജീവചരിത്രം എഴുതും. അയാൾ ജനിച്ചത്, അയാൾ പറഞ്ഞ കാര്യങ്ങൾ, പല കാര്യങ്ങളും, അയാളുടെ മരണം, ഇതൊക്കെ എഴുതി വെക്കൂ. അതാണ് നിങ്ങൾ ചെയ്യണത്, അല്ലല്ലോ. ലൂക്കെന്ന് പറയണത് ഒന്നാമത്തെ കാര്യം, ഈ മത്തായി, മാർക്കോസ്, ലൂക്കാസ്, യോഹന്നാൻ എന്ന് പറയുന്ന ആളുകൾ ഈ പുസ്തകം അവരുടെ പേരിൽ ഇന്ന് സഭ അടിച്ചിറക്കുന്ന ഈ 4 പുസ്തകങ്ങൾ, യേശുവിൻ്റെ ബയോഗ്രഫി, അത് 4 കൂടി ചേർത്തിട്ടാണ് ഗോസ്പൽ എന്നിവർ വിളിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഗോസ്പലിൽ ഈ 4 പേരും എഴുതിയത് പോയിട്ട് ഈ 4 പേരും ഇത് കണ്ടിട്ട് പോലുമില്ല എന്ന് ധാരാളം തെളിവുകൾ ബൈബിളിലുണ്ട്. അത് വേറൊരു വിഷയമാണ്. അത് അതൊരു വിഷയമാക്കി ഞാൻ അതിനെക്കുറിച്ച് അത് വ്യക്തമാക്കാം, വിശദീകരിക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് മറിയയുടെയും യോസഫിൻ്റെയും കഥ. അങ്ങനെ മറിയ യോസഫിനായിട്ട് പാര വെച്ച്, യോസഫ് നാട്ടുകാരിക്കിട്ട് പാര വെക്കാൻ തീരുമാനിച്ച്. എന്തെല്ലാം കഥകളാണ്! എന്ത് നല്ല മനുഷ്യർ! അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്ര നല്ല മനുഷ്യർ വേറെ ഈ ലോകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളിൽ നിന്ന് ജനിച്ച ഒരു വഞ്ചകി, മറിയ എന്ന് വെച്ചാൽ ഒരു വഞ്ചകിയാണ് ശരിക്കും പറഞ്ഞാൽ. അവളുടെ ഭർത്താവിനെയാണ് അവൾ വഞ്ചിക്കണത്. മനസ്സിലായോ? ഒരു മനുഷ്യനുമായിട്ട് വിവാഹ സമ്മതം നടത്തുമ്പോൾ തന്നെ അയാൾ നമ്മുടെ ഭാര്യയായി, അല്ലെങ്കിൽ അവൾക്ക് നമ്മൾ ഭർത്താവായി. അപ്പോൾ സത്യം പറഞ്ഞാൽ മറിയ ചെയ്യേണ്ടിയിരുന്നത്, മറിയ ഒരു നല്ല സ്ത്രീ ആയിരുന്നെങ്കിൽ ഗബ്രിയേൽ മറിയയുടെ അടുത്ത് വരുമ്പോൾ മറിയ പറയേണ്ടത്, ഞാൻ ആരുമായിട്ട് സെക്സ് ചെയ്തിട്ടില്ലല്ലോ ചേട്ടാ എന്നല്ല പറയേണ്ടത്. മറിയ പറയേണ്ടത്, ഇക്കാര്യം നിങ്ങൾ യോസഫുമായിട്ടാണ് സംസാരിക്കേണ്ടത്, എന്നോടല്ല. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നന്മ നിറഞ്ഞവളാണ് മറിയെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ. ഇത് പിഴച്ച സ്ത്രീയുടെ സ്വഭാവമാണ് മറിയ കാണിക്കുന്നത്.
ഇനി മറ്റൊരു കാര്യം കൂടി, ലാസ്റ്റായിട്ടൊരു കാര്യം കൂടി പറയാം. ഇങ്ങനെയൊന്നുമല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, ബൈബിളിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കണേ. അങ്ങനെ എഴുതി വെച്ചാൽ യൂറോപ്യന്മാർ ഇന്ന് കാണുന്ന പോലെ ഇത്രയ്ക്ക് പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ വരുള്ളൂ. മനുഷ്യരെ അങ്ങനെ മൃഗങ്ങളാക്കുക എന്നതാണ് ബൈബിളിൻ്റെ ലക്ഷ്യം. മനസ്സിലായോ? അതായത് ഷെർലക് ഹോംസിൻ്റെ പുസ്തകത്തിൽ ഡോക്ടർ വാട്സൺ, നിങ്ങൾക്കറിയാമല്ലോ, ഡോക്ടർ വാട്സൺ എന്ന് പറഞ്ഞാൽ ഷെർലക് ഹോംസിൻ്റെ ബെസ്റ്റ് ബഡിയൻ. ഒരിക്കൽ ഡോക്ടർ വാട്സൺ ഷെർലക് ഹോംസിനോട് ചോദ്യം ചോദിക്കും, ഏത് പ്രൊഫഷൻ ഉള്ള ആളുകൾ കുറ്റവാളിയായാലായിരിക്കും ഏറ്റവും മോശം കുറ്റവാളിയാവുക, ഏറ്റവും ക്രൂരനായിട്ടുള്ള കുറ്റവാളിയാവുക? അപ്പോൾ ഷെർലക് ഹോംസ് മറുപടി കൊടുക്കുന്നുണ്ട്. മറുപടി ഡോക്ടർ എന്നാണ് പറയണത്. മനസ്സിലായോ? ഡോക്ടർ കുറ്റവാളിയായാലാണ് ഏറ്റവും വൃത്തികെട്ടവനായെന്ന്. ഒരുപാട് അങ്ങനത്തെ ഡോക്ടർമാരുണ്ട് ഇന്ന് ലോകത്തിൽ. മനുഷ്യൻ്റെ ആന്തരിക അവയവങ്ങൾ വരെ അടിച്ചു മാറ്റുന്ന ഡോക്ടർമാരുണ്ട്. എനിവേയ്സ്, അപ്പോൾ മറിയയുടെയും യോസഫിൻ്റെയും കഥ ഇപ്പം ഞാൻ 41 മിനിറ്റായി സംസാരിക്കണം. ഇതിലൊന്നും പറഞ്ഞാൽ തീരുന്നല്ല. ഇനിയും ഒരുപാട് പറയാനുണ്ട്. സത്യത്തിൽ സംഭവിച്ചത് മറിയയോ യോസഫോ അറിയാതെയാണ് ഇത് നടന്നിട്ടുള്ളത്. മറിയക്കും യോസഫിനും അറിയാൻ പാടില്ല. കാരണം അതിനൊരു തെളിവും കൂടി ഞാൻ തരാം. മാർക്കോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം. മറിയയും മറിയയുടെ ബന്ധുക്കളുമായിട്ട്, യേശുവിൻ്റെ ബന്ധുക്കളുമായിട്ട് യേശുവിനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതി വെച്ചേക്കണേ, അവർ വിചാരിച്ചിരുന്നത് യേശുവിന് സുബോധം നഷ്ടപ്പെട്ടു എന്നാണെന്ന്. ഇംഗ്ലീഷിൽ they thought he is gone out of his mind. യേശുവിന് വട്ടായിപ്പോയെന്നാണ് മറിയ പോലും വിചാരിച്ചിരുന്നത്. അതായത് ഇങ്ങനെ ഗബ്രിയേൽ വന്നിട്ട് നീ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ പുത്രനെ പ്രസവിക്കുന്നൊന്നും പറഞ്ഞത് അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല എന്നതിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചുകൂടി ഒത്തിരി കാര്യങ്ങൾ വിശദീകരിച്ചാലേ ഇത് എന്താ പറയുക, കൺവിൻസിങ് ആവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ കൂടി ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തന്നെ 42 മിനിറ്റായി. ഇവിടെ അർദ്ധരാത്രി ആകാറായി, 11:47. ഇനി 13 മിനിറ്റും കൂടി ഉള്ളൂ മിഡ് നൈറ്റ് ആവാനായിട്ട്. ഓക്കെ, നാളെ രാവിലെ ജോലിയുണ്ട്. നന്ദി, നമസ്തേ, ഹർ ഹർ മഹാദേവ്.